റീസെന്റ് വൈറലായ ഒരു ലോഗോ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ലോഗോയാണ്. ഇപ്പോഴും ആൾക്കാർ ലോഗോയെ പറ്റിയും ബ്രാൻഡിങ്ങിനെ പറ്റിയും സംസാരിക്കുന്ന ഒരു കള്ളല്ല, ഉള്ളതാണ്. എനിക്ക് ലോഗോ വർക്ക് തരുമ്പോ ഇവർക്ക് ഒരു കട ഇല്ല, ഒരു കടയ്ക്ക് വേണ്ടിയുള്ള ലോഗോയാണ് ഇവരെന്നെ സമീപിച്ചത്. പക്ഷെ ഇന്ന് ആ ലോഗോ വെക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കട അന്വേഷിക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നുണ്ട് ആ ലോഗോ. ഞാൻ എവിടെ തിരിഞ്ഞാലും പല സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത ലോഗോ അങ്ങനെ കാണാൻ സന്തോഷം. അപ്പൊ ലോഗോ ഇപ്പൊ ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു ഫീമെയിൽ മാസ്കട്ട് എന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ലോഗോയിലോട്ട് വന്നത്? ആ ജേർണി പറയൂ. ജേർണി പറയൂ. അത് എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര കുറെ ലോഗോസ് ഉണ്ട്. പല ടൈപ്പ് പ്രൊഡക്ഷൻ കമ്പനീസ്, അല്ലെങ്കിൽ സ്റ്റുഡിയോ, അതേപോലെ ബൊട്ടീക്സ്, റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് കുറെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ലോഗോയാണ് ചായക്കാരിയുടെ ലോഗോ. അതില് ഭയങ്കര സിമ്പിൾ ഐഡിയ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ചായക്കാരി എന്ന് പറയുന്ന പേരുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലേഡി ചായ റെപ്രസെന്റ് ചെയ്യും. ഒരു സൗത്ത് ഇന്ത്യൻ ഒരു നമ്മുടെ ഒരു ഇതിന്നുള്ള കുറച്ച് കളേഴ്സും ലോഗോ ചെയ്ത് വെച്ചടി കയറ്റമാണ്. വളരെ ചായക്കാരി ചെയ്ത ശേഷം പവിശങ്കറിന്റെ ലോഗോ ഡിസൈൻ വെച്ചടി കയറ്റാണ്. ഇപ്പം നിലവിൽ റീസെന്റ് വൈറലായ ഒരു ലോഗോ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ലോഗോയാണ്. നമ്മൾ ഇനിഷ്യലി ചെയ്തപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു വിഷൻ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷൻ, അത് ഒത്തിരി വലുതാണ്. അപ്പോ നമുക്കൊരു റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരാത്തത് ആ ലോഗോയില് നമ്മള് ഈ ഒരു ലോഗോ ഒരു കടയിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കൺഫൈൻഡ് നിൽക്കേണ്ട ഒരു ലോഗോ അല്ല.